ഹായ്, ഞങ്ങൾ ഈ മാസം പണി പൂർത്തീകരിച്ച തൃശ്ശൂർ മുളങ്കുന്നത്തുകാവ് സ്ഥിതി ചെയ്യുന്ന അനുപമ അപ്പാർട്ട്മെന്റാണ്. 20 സെന്റ് സ്ഥലത്ത് 30,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഞങ്ങൾ 1.5 വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച ഈ കെട്ടിടത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഞങ്ങൾ എങ്ങനെ ഈ വർക്ക് 1.5 വർഷം കൊണ്ട് ഇത്ര ഭംഗിയായി അവസാനിപ്പിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഓണർ അജി മേനോനുമായി സംസാരിക്കാം. അജിയേട്ടാ, ഈ ഒരു പ്രൊജക്റ്റ് അനുപമ അപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്റ്റ് ഷാപ്കോയെ ഏൽപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഷാപ്കോ അജിയേട്ടന് ഇതുവരെ പരിചയമില്ലാത്തൊരു കമ്പനിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് നിന്നാണ്. അതായത് ഇതിന്റെ ട്രസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ത്രൂ ഔട്ട് ഒരു അജിയേട്ടന്റെ ഒരു ബിഗ് പ്രൊജക്റ്റാണ്. അപ്പോൾ ഇത് ഞങ്ങളെ ഏൽപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം, അജിയേട്ടനെ ഇനിയിപ്പോൾ അത് ഏൽപ്പിച്ച് ഈ ഒരു നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റേജിലെത്തി. ഇപ്പോൾ അജിയേട്ടന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസും ഫീലും, ഇനി അജിയേട്ടൻ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ ഏൽപ്പിക്കും, എന്താണ് അജിയേട്ടൻ്റെ ഒരു? തീർച്ചയായിട്ടും ഏൽപ്പിക്കും. അത് മാത്രമല്ല 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളുടെ കുടുംബം എല്ലാവരും വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എങ്ങനെയാണിത് ഷാപ്കോനെ എങ്ങനെയാണ് നമ്മൾ ഏൽപ്പിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ കുറച്ച് കൊല്ലങ്ങളായി വിചാരിക്കുന്നു നമ്മൾ നാട്ടിലെന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന്. അപ്പം ഇങ്ങനെ അന്വേഷിച്ചു കൊടുക്കാമായിരുന്നു, ആരാണ് ചെയ്യുക, ആരെ കൊണ്ടാണ് ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിവിടെ നാട്ടിലില്ല, NRI ആണ്. അപ്പോൾ നോക്കി നടത്താനൊന്നും ആളില്ല. നമ്മളൊരു സൈറ്റ് ഇൻസ്പെക്ഷനോ ഒന്നിനും പോയിട്ടില്ല. വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഷാപ്കോനെ ഏൽപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ എന്താ പറയുക, ഇന്ന് നമ്മൾ ഈ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഒരു ബിറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. വളരെ പ്രൊഫഷണൽ ഡീലിംഗ് ആണ് ഷാപ്കോൻ്റെയും ഷബീറിൻ്റെയും ടീമിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമുക്ക് വളരെ സന്തോഷമുള്ള എന്താ പറയുക, ടൈംലി ഇത് കംപ്ലീഷനായി. ഈ പ്രൊജക്റ്റ് എന്താ പറയുക, വളരെ ആക്സസിബിളായിരുന്നു ഷാപ്കോൺ ടീമും. അതായത് നമ്മളിപ്പോൾ NRI ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് എങ്ങനെയാണ് പണി നടക്കണ്ടോ, എന്തൊരു സ്പെഷ്യാലിറ്റി തോന്നി. അതായത് ഇപ്പോൾ അജയേട്ടന് ബാക്കി മുന്നേയുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പെഷ്യാലിറ്റി ഈ വർക്ക് കഴിഞ്ഞപ്പോൾ അജയേട്ടൻ വർക്ക് ത്രൂ ഔട്ട് നമ്മളോട് വളരെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും അജയേട്ടൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മുന്നേ പരിചയമുള്ള ആളുകളെ ഏൽപ്പിക്കാതെ ഞങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും ഞങ്ങളോട് തന്നെ ഏൽപ്പിക്കും എന്ന് പറയേണ്ട ഒരു എക്സ്പീരിയൻസ്, അതായത് സ്പെഷ്യാലിറ്റി എന്താ പറയുക, നല്ല പിന്നെ ടെക്നോളജി നന്നായി യൂസ് ചെയ്തിട്ടുണ്ട് ഷാപ്കോൺ ടീം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് വരുന്നുണ്ടായിരുന്നു. അതൊന്ന്. പിന്നെ നമുക്ക് ക്യാമറ സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു പണികൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാം, തിരിച്ചു വിളിക്കും. അപ്പോൾ അങ്ങനെ വാട്സാപ്പിൽ എന്താ പറയുക, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൺവേ ചെയ്യാനും ചെറിയൊരു ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു, പ്ലാനിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ടെക്നോളജി വൈസ് എന്താ പറയുക, നിങ്ങൾ നല്ലോണം അത് യൂസ് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അത് വലിയൊരു സമാധാനമായിരുന്നു നമുക്ക്. കാരണം അതല്ല പണി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും കിട്ടി അങ്ങനെയല്ലായിരുന്നു. എന്താണോ അജയേട്ടൻ വിചാരിച്ചത് ആ സാധനം തന്നെ അജയേട്ടന് കിട്ടി. തീർച്ചയായിട്ടും അതിനായിട്ട് ബെറ്ററായി. അതും ബെറ്ററായി. അത് ഞാനല്ല ശരിക്കും പറഞ്ഞ, എൻ്റെ അമ്മായിയമ്മ അതൊരു പറഞ്ഞു. ഞാൻ എന്താ പറയാ, പണി കഴിഞ്ഞു വന്നപ്പോ ഈ ബിൽഡിങ് വളരെ നന്നായത്. അപ്പൊ അതിലെനിക്ക് വളരെ സന്തോഷമായി. അത് പേഴ്സണലായിട്ടല്ല, വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോ എനിക്ക് സന്തോഷമായി. അത് അജയേട്ടനും ഇത് ലൈവായിട്ട് ഉണ്ടായിരുന്നു. അജയേട്ടൻ ഇവിടെ ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നോണ്ടും ഡെയിലി ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അപ്ഡേഷൻ അജയേട്ടൻ കിട്ടുന്നോണ്ടും അജയേട്ടൻ ആ ചേഞ്ചസ് പറയുമ്പോൾ ഞങ്ങൾക്കും തലവേദന ഇല്ലാണ്ടായി. അത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ എല്ലാം വിചാരിച്ചെന്ന് പറഞ്ഞ് വേറെ സുഖമായിട്ട് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ. പിന്നെ നമുക്ക് ചില ടൈമിൽ ഫുൾ ടൈം സൂപ്പർവൈസേഴ്സ് 2-3 ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ അത് കാരണം അവരുടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഫുൾ ടൈം സൂപ്പർവൈസർ നമുക്ക് നമ്മുടെ വീടെന്ന് പണിയുമ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇല്ല. പക്ഷെ ഇതൊരു നല്ലൊരു പുതിയൊരു അനുഭവമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ നമ്മൾ നാട്ടിലില്ലാത്തത് കൊണ്ട് എങ്ങനെ ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളായിരുന്നു ടെൻഷൻ.
അപ്പം ആ ഒരു ടെൻഷൻ വേണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പം നമ്മൾ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ടത് എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ദേ ഓൾ ഹാവ് വെരി ഹൈ ഒപ്പീനിയൻ. പണി വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളാണെങ്കിലും മൈന്യൂട്ട് സജഷൻസ് ഡെയിലി ബേസിസിൽ ഇൻട്രാക്ട് ചെയ്തിരുന്നു സൂപ്പർവൈസേഴ്സിനോട്. അപ്പം നമ്മളൊരു സജഷൻ പറയുമ്പോഴും ഈവൻ ഫ്രം ഷാപ്കോ ടീം യു ആർ വെരി പേഷ്യൻറ്റ്. നിങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുകയും അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, ഈവൻ നമ്മളൊരു സജഷൻ ആണെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞാലും ഒക്കെ നിങ്ങളത് വളരെ വാല്യുബിൾ ആയിട്ട് നിങ്ങളതിന് ഫീഡ്ബാക്ക് തരും, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നിരുന്നു. വളരെ പേഷ്യൻ്റായിട്ട് നിങ്ങൾ നമ്മുടെ സജഷൻസ് കേട്ടിരുന്നു. അത് വളരെ ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വളരെ ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും അതിനെപ്പറ്റി, എങ്ങനെയായിരിക്കും അത് ഓരോ കാര്യങ്ങൾ. പിന്നെ കോർഡിനേഷൻ വാസ് വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഈവൻ ഷബീർ ആണെങ്കിലും ദ ഹോൾ ടീം വർ വെരി കോപ്പറേറ്റീവ്. എൻ്റെ മരുമോൻ ഒരു വീട് പണിത കെട്ടിടം പണിത കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആൾ ദൂരെയാണ്, നോക്കാൻ ആരുമില്ല. ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മുടങ്ങാതെ കാശ് അയച്ചു തന്നുകൊണ്ടിരിക്കും. കെട്ടിടം ഭംഗിയായി പണിയണം. ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനും ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഇത് ചെയ്തു തരും എന്ന് വിചാരിച്ചു. ഞാൻ 100% വിശ്വസിച്ചു. പക്ഷെ പണി തീർന്നപ്പോൾ 101% വിശ്വസിക്കാം. അതിമനോഹരം, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പരാതിയില്ല. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. എൻ്റെ സങ്കല്പത്തിലും ഒരല്പം കൂടെ മുന്നിലാണ് നിൽക്കുന്നത്. ഭംഗി, സൗകര്യം എല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നു. ഒരു പരാതിയില്ല. അപ്പം അതാണ്. പിന്നെയും ആ ഒരു 18.5 സെൻസ് അതിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്പേസ് യൂട്ടിലൈസേഷൻ മാക്സിമം അതിൽ വന്നിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമുക്ക് എങ്ങനെ അത്രയും കുറഞ്ഞ സ്പേസിൽ ഇത്ര ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ കൂടെ ഒരു എക്സാമ്പിളാണ്. പിന്നെയും പലരും ഇപ്പം റെഫറൻസ് ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് പറയുന്നു. ഇപ്പം ജിപ്സം വർക്ക് ചെയ്ത ടീം അവർക്ക് 2 ബിൽഡിങ്സ് ലൈക്ക് അമൃത ഗ്രൂപ്പിന് 2 നമ്മുടെ ബിൽഡിംഗ് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് 2 പ്രോജക്ട്സ് കിട്ടിയിരുന്നു. സോ ഇറ്റ്സ് വി ആർ റിയലി ഹാപ്പി. നമ്മുടെ ബിൽഡിംഗ് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സോ ലൈക്ക് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസും അതിൻ്റെ നോക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു പ്രോജക്റ്റ് ഫ്യൂച്ചറിൽ ചെയ്യണ്ടെങ്കിലും ഡെഫിനറ്റ്ലി വി വിൽ ബി വെരി ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് ഷാപ്കോ ആൻഡ് ടീം. ഇറ്റ് വാസ് ലൈക്ക് റിയലി എ പ്ലഷർ. നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതാണെന്ന് പറയുള്ളൂ. ആരോടാണെങ്കിലും അതെ, ഏത് കാര്യമാണെങ്കിലും തുറന്നു പറയുന്നൊരു സമ്പ്രദായം എനിക്കുണ്ട്. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. മനസ്സിലൊന്ന് വെച്ചിട്ട് മുഖഭംഗിക്ക് വേണ്ടിയോ അല്ലെ വെറുതെ ഒരു മാന്യതയ്ക്ക് വേണ്ടിയോ അല്ലെ ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ അഭിപ്രായം മറച്ചു വയ്ക്കുകയില്ല. സത്യസന്ധമായി ഞാൻ തുറന്നു പറയും. അത് ഗുണവും ദോഷവും ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ഇവിടെ ഞാൻ തുറന്നു പറഞ്ഞ് 101% ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി പറയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മേൽക്കുമേൽ നിങ്ങൾക്ക് ധാരാളം കെട്ടിടങ്ങൾ ഇതുപോലെ പണിയാൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കിനി എന്തൊരു പണിയുണ്ടെങ്കിലും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ മക്കൾക്കോ ഒക്കെയുള്ളത് നിങ്ങളെ മാത്രമേ ഞാൻ വിളിക്കൂ. കാരണം ഈ പണിയുന്നിടത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരാളും വന്ന് കോട്ടക്കൽ നിന്ന് ഞാൻ മാസത്തിൽ 1-2 തവണ വരും. അവിടെ വന്ന് പണിയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. എല്ലായിടത്തും പണിക്കാരുടെ സജീവ സാന്നിധ്യമുണ്ട്. എല്ലാ പണികളും നല്ല നിലയിൽ നടന്നു പോകുന്നുണ്ട്. അത് കണ്ട് ഞാൻ മനസ്സന്തോഷത്തോടെ തിരിച്ചു പോകും. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ദൂരെയുള്ള ഒരു ലൈക്ക് ഡിസ്റ്റൻസ്. നമ്മൾ തൃശ്ശൂരാണ് സൈറ്റ്, നിങ്ങൾ വി ആർ ബേസ്ഡ് ഇൻ കോട്ടയ്ക്കൽ ആ ഏരിയയിലാണ്. അപ്പോൾ അതൊരു കൺസേൺ ആയിരുന്നു, ഇത്രയും ദൂരെ വന്ന് ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത്. പക്ഷെ അതൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു. അതെ, ഇവിടെ സ്റ്റേ എല്ലാം അക്കോമഡേഷൻ എല്ലാം ഇവിടെ ആയിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്താണ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് ദാറ്റ് വാസ് എ കൺസേൺ, ഹൗ യു വിൽ മാനേജ്, ബിക്കോസ് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാം ലൈക്ക് ലോക്കലി ആണ് നമ്മൾ പ്രോജക്ട്സ് കണ്ടിട്ടുള്ളത്. നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ നമ്മുടെ വീടും എല്ലാം നമ്മൾ വി പ്രിഫർ ടു ഗിവ് ഇറ്റ് ടു സംബഡി നിയറസ്. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. ഇനീഷ്യലി വി ഹാഡ് ദാറ്റ്. ബട്ട് ഇപ്പം നമുക്ക് മനസ്സിലായി അതൊക്കെ വെറുതെയാണ്. ഡിസ്റ്റൻസ് ഇസ് നോട്ട് എ പ്രോബ്ലം, എത്ര ദൂരെയാണെങ്കിലും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. യു ക്യാൻ ഓൾവേസ് യൂസ് ഇറ്റ് ആസ് എ റെഫറൻസ്. നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ എന്തായാലും വളരെ സന്തോഷം. ഷാപ്കോ ആൻഡ് ടീമിന് എല്ലാവിധ ആശംസകളും. കബീർ ബാംഗ്ലൂർ പ്രൊജക്ട് കിട്ടണമെന്ന് പറഞ്ഞു, കോട്ടയത്ത് വലിയൊരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇനിയും വലിയ വലിയ പ്രൊജക്റ്റുകൾ കിട്ടട്ടെ. അജയേട്ടന്റെ റെഫറൻസിൽ ഞാൻ ഇപ്പൊ തിക്കോടി ഒന്ന് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ അജയേട്ടൻ റെഫർ ചെയ്തതാണ്. ഇതുപോലത്തെ പ്രൊജക്ട്സ് ഇനിയും അജയേട്ടൻ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ മറ്റെവിടെയെങ്കിലും ശരിയായി ഇവിടെ തന്നെ വരും. അതെ അതെ എല്ലാവരും കണ്ടിട്ട് ആരായാലും ഒന്ന് തരും, അതുണ്ടാവുന്ന എന്ന് പറഞ്ഞിരുന്നു. അതെ അതെ നമുക്ക് ആകെ ചലഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ പ്ലോട്ട്, അത്രയും പ്ലോട്ട് ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെ അത് മണ്ണ് മാറ്റി, യെസ് അതെ അതെ. പിന്നെ ആ ഒരു ചലഞ്ചൊക്കെ മറികടക്കാൻ നമുക്ക് പിന്നെ അതുപോലെ അജയേട്ടന്റെ ഭാഗത്തുനിന്നും പിന്നെ അതുപോലെ അതിന്റെ ലേബേഴ്സ് ഇവരെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടെ നിന്നുള്ള സപ്പോർട്ടൊക്കെ ഭയങ്കര സപ്പോർട്ട്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഈസി ആയിട്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അണ്ടർഗ്രൗണ്ട് വർക്ക് ഭയങ്കര ഉണ്ടായിരുന്നു നമുക്ക്. യെസ് അതെ 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 വളരെ സ്മൂത്ത് ഫണ്ടിങ് വരുന്നു. അതെ അതെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കാര്യത്തിൽ ഒന്നും അജയേട്ട ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുന്നേ ഫണ്ട് വരുമായിരുന്നു. അപ്പൊ ഒന്നുകൂടെ നമുക്കിത് സ്പീഡായിട്ട് അത് ഫണ്ടിന്റെ മുന്നേ എത്തിക്കണം എന്നുള്ള ഒരു ചലഞ്ചാണ് ഞങ്ങൾ. ദൈവാനുഗ്രഹം എല്ലാം ഭംഗിയായിട്ട് നടന്നേല്. അപ്പൊ എല്ലാവിധ ആശംസകളും. ശരി. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു.